ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വെജ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചോറിന്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാട്ടോ. വേണമെങ്കിൽ അത്രയ്ക്ക് സ്വാദുള്ള തീയലാണ്, പാവയ്ക്ക കൊണ്ടുള്ള തീയലാണ് ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ തീയൽ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു വലിയ പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നൈസായിട്ട് ഇത്ര നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അധികം കനത്തിൽ കട്ട് ചെയ്യാതെ ഇരിക്കുന്നതാണ് നല്ലത്. ഈ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കണം. തേങ്ങാക്കൊത്ത് ചേർത്തിട്ടാണ് നമ്മൾ ഈ തീയൽ റെഡിയാക്കി എടുക്കുന്നത്. തേങ്ങാക്കൊത്ത് തീയലിൽ ചേർത്താൽ തീയൽ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഒരു 1/4 കപ്പോളം തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. ലൈറ്റ് ഗോൾഡൻ കളർ വരുന്നവരെയും നമ്മളൊന്ന് വറുത്തെടുക്കുക. ഒരുപാട് സമയം വറുത്തെടുക്കണ്ട. ഇനി 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പച്ചമുളകാണ് വേണ്ടത്. ഒരു 8 പച്ചമുളക് നടുകെ കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകിന്റെ എരിവാണ് നമ്മൾ ഈ തീയലിൽ കൂടുതൽ വേണ്ടത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു വലിയ സവോള നീളത്തിൽ അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കുറവുള്ള പച്ചമുളകാണെങ്കിൽ കുറച്ചും കൂടിയും കൂടുതൽ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 8 എണ്ണമാണ്, നല്ല എരിവുള്ള മുളകാണ്, ഒരു 8 എണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് വഴന്നാൽ മതി. 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് കുറച്ച് വാളൻപുളി ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കണം. ഒരു ചെറിയ ചെറുനാരങ്ങയുടെ അത്രയും വലുപ്പത്തിലുള്ള വാളൻപുളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ സവാള 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാവയ്ക്ക അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഈ പാവയ്ക്കയും സവാളയും ഒക്കെ നന്നായിട്ട് വഴന്ന് ഒരു ഗോൾഡൻ കളർ ആവുന്നവരെയും നമ്മൾ വഴറ്റിയെടുക്കണം. ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കുക. അത് അവിടെ ഇരുന്ന് റെഡി ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറൊരു സ്റ്റവിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഇനി ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 കപ്പ് തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്, അത് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കുക. 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. അപ്പോൾ ഈ തേങ്ങയിലെ വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റി വരും. അതിനുശേഷം ഫ്ലെയിം കുറച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഇതിലേക്ക് ഒരു 5-10 കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 3 അല്ലി ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 1-2 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. പാവയ്ക്ക ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. പാവയ്ക്ക അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമ്മൾ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം. ഒട്ടും കരിഞ്ഞു പോവരുത്. അതുപോലെ ഫ്ലെയിം കൂട്ടി വെക്കാനും പാടില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് നമ്മുടെ ഈ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടും. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. തേങ്ങ എടുക്കുമ്പോൾ നല്ല തേങ്ങ തന്നെ നോക്കിയിട്ട് എടുക്കുക. എന്നാലാണ് തീയലൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മുടെ പാവയ്ക്കയും അതുപോലെ തന്നെ സവാളയും കണ്ടില്ലേ, നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്ത ക്വാണ്ടിറ്റിനേക്കാളും പകുതിയോളം ആയിട്ടുണ്ട് വഴന്നിട്ട്. ഈ ഒരു സ്റ്റേജ് വരെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വാളൻപുളി സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടില്ലേ, അത് നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം.
ഞാൻ മുഴുവനും ഒഴിച്ചു കൊടുക്കുന്നില്ല, ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമേ തന്നെ മൊത്തം ഒഴിച്ചു കൊടുത്താൽ പുളി കൂടി പോയാൽ പിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ലാസ്റ്റിൽ നോക്കിയിട്ട് വേണമെങ്കിൽ അപ്പോൾ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് നല്ല തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു സെമി ഗ്രേവി ടൈപ്പിലാണ് ഈ തീയൽ റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ. രണ്ട് 3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ആ പുളിയൊക്കെ നന്നായിട്ട് പാവയ്ക്കയിൽ പിടിച്ച് കിട്ടണം. ഇപ്പൊ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ വറുത്തെടുത്തതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. വെള്ളം ഒഴിക്കാതെ തന്നെ നന്നായിട്ട് ഇത് അരച്ചെടുക്കണം. ഈ തേങ്ങയിലെ എണ്ണയൊക്കെ ഇറങ്ങി വന്നിട്ട് തേങ്ങ നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടണം. ആ സമയം വരെ നമ്മൾ അരച്ചെടുക്കുക. ഇതാ കണ്ടില്ലേ, തേങ്ങയിലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്ന് ആ എണ്ണയിൽ തന്നെയാണ് തേങ്ങ അരഞ്ഞു കിട്ടിയിരിക്കുന്നത്. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. തരിതരിപ്പായിട്ടൊന്നും അരച്ചെടുക്കാനായിട്ട് പാടില്ല. അരച്ചെടുത്തത് നമുക്ക് പാവയ്ക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ചിപ്പോൾ തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിൽ ഉപ്പും പുളിയെല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഉപ്പും പുളിയെല്ലാം ഇപ്പോൾ കുറവാണ്. അപ്പോൾ നമുക്ക് അത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വാളൻപുളിയുടെ ജ്യൂസ് ബാക്കിയുള്ളതും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പുളിയിലൊന്നുമല്ല നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഒരു മീഡിയം പുളിയിലാണ്. അത് കറക്റ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഒട്ടും കയ്പൊന്നും ഉണ്ടാവില്ല. നല്ല രുചിയുള്ള തീയലാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും തീയൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ തേങ്ങയുടെ അരപ്പ് ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇവിടെ രുചികരമായ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാവയ്ക്ക കൊണ്ട് ഉണ്ടാക്കിയതാണ്. പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ തീയൽ ഒരുപാട് ഇഷ്ടാവും. ഇതിലേക്ക് ഒരു നുള്ള് ഉലുവ വറുത്ത് പൊടിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ വറുത്ത് പൊടിച്ചത് നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണം എന്നില്ല. ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി ഒരു ഫ്ലേവർ ഉണ്ടാവും. ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുകൊന്ന് താളിച്ചൊഴിക്കാം. അതിനായിട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ചോറിന്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി സ്വാദാണ്. ഒരു പ്രാവശ്യമെങ്കിലും ചപ്പാത്തിയുടെ കൂടെ നിങ്ങൾ ഇതൊന്ന് സെർവ് ചെയ്ത് നോക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.